നമസ്കാരം. വെറും ഒരു അലങ്കാര സസ്യം എന്നതിലുപരി ഭാഗ്യവും സമ്പത്തും കൊണ്ടുവരുമെന്ന വിശ്വാസം മൂലമാണ് മിക്കവരും വീടുകളിൽ മണി പ്ലാന്റ് പരിപാലിക്കുന്നത്. അകത്തളങ്ങൾ അലങ്കരിക്കുന്നതിനൊപ്പം തന്നെ വീടിനുള്ളിലെ അന്തരീക്ഷത്തെ ശുചിയാക്കാൻ മണി പ്ലാന്റിന് സാധിക്കും എന്ന് ഗവേഷകർ പറയുന്നു. ഇതാണ് മണി പ്ലാന്റിനെ വീടിനകത്തെ അരുമ സസ്യമാക്കി മാറ്റുകയും ചെയ്തത്. ചൈനീസ് വാസ്തുശാസ്ത്രപരമായ ഫെങ് ഷൂയി പ്രകാരം വളരെയധികം പ്രാധാന്യമുള്ള ചെടി കൂടിയാണ് മണി പ്ലാന്റ്. വീടിനുള്ളിൽ ഏതൊരു വ്യക്തിയും കൃത്യമായ സ്ഥാനത്ത് ക്രമീകരിക്കുകയാണ് എങ്കിൽ മണി പ്ലാന്റ് ഭാഗ്യം കൊണ്ടുവരും എന്നാണ് പരാമർശിക്കുന്നത്. സ്ഥാനം തെറ്റിയാൽ ഫലം വിപരീതമാകും എന്നും പരാമർശിക്കപ്പെടുന്നുണ്ട്. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് സ്ഥാനത്തെക്കുറിച്ചാണ്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ കുബേരദേവനെ വന്ദിക്കുക. ഓം കുബേരായ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക. വീടിനുള്ളിൽ തെക്ക് കിഴക്ക് ഭാഗത്തായി മണി പ്ലാന്റ് വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പോസിറ്റീവായ ഊർജം നിറയ്ക്കുവാൻ ഇത് ഏറ്റവും ഉത്തമവുമാകുന്നു. അതുപോലെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും മണി പ്ലാന്റ് നടരുത് എന്നും വാസ്തു വിദഗ്ധർ പരാമർശിക്കുന്നതാണ്. നെഗറ്റീവ് എനർജിയുള്ള വശമാണ് ഇത്. അതിനാൽ തീർച്ചയായും ശ്രദ്ധ വേണ്ടതാണ്. പ്രത്യേകമായി മണി പ്ലാന്റ് പരിപാലിക്കുവാനും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സൂര്യപ്രകാശം മണി പ്ലാന്റിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായതിനാൽ തന്നെ ജനലിന്റെ സമീപത്ത് മണി പ്ലാന്റ് വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരമായി പരാമർശിക്കുന്നത്. ചട്ടിയിലല്ലാതെ അലങ്കാര കുപ്പികളിൽ വെള്ളം നിറച്ചും ചിലർ മണി പ്ലാന്റ് വീടുകളിൽ വയ്ക്കാറുള്ളതാണ്. ജോലിസ്ഥലങ്ങളിലും മണി പ്ലാന്റ് പരിപാലിക്കുന്നത് വളരെ ശുഭകരമാണ് എന്നാണ് വിശ്വാസം. അതുപോലെ മണി പ്ലാന്റ് ഒരിക്കലും ഉണങ്ങിപ്പോകാതിരിക്കുവാൻ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലുള്ള നെഗറ്റീവായ ഊർജത്തെ പരാമർശിക്കുന്നു അല്ലെങ്കിൽ കാട്ടിത്തരുന്നു എന്നർത്ഥമാക്കാം. നിങ്ങളുടെ വീട്ടിലെ സമ്പത്ത് അല്ലെങ്കിൽ ധനം പല വഴിക്കും നഷ്ടപ്പെട്ടു പോകുന്നതിന്, ശോഷിച്ചു പോകുന്നതിന് അത് കാരണമായി തീരും. അല്ലെങ്കിൽ അത്തരത്തിലൊരു മുന്നറിയിപ്പാണ് മണി പ്ലാന്റ് ഉണങ്ങിപ്പോകുന്നതിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുക. കൂടാതെ നിങ്ങളുടെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അവർക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ, പ്രധാനമായും നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ അനുകൂലമായ കാര്യങ്ങൾ, അവർക്ക് അനുകൂലമാകുന്ന സാഹചര്യം പോലും ഉണ്ടാകും എന്നും പരാമർശിക്കാം. അത്രമേൽ അനുകൂലമായ കാര്യങ്ങൾ ശത്രുക്കൾക്ക് വന്നു ചേരാം. അതിനാൽ നിങ്ങൾക്ക് പല വിധത്തിലും താഴ്ചകൾ വന്നു ചേരും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. കിടപ്പുമുറിയിൽ പലരും മണി പ്ലാന്റ് വയ്ക്കുന്നതാണ്. ചിലർക്കത് വയ്ക്കാൻ പാടുണ്ടോ എന്ന സംശയവുമുണ്ട്. എന്നാൽ വയ്ക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. കിടപ്പുമുറിയിൽ കട്ടിലിന്റെ വലതുവശത്തോ ഇടതുവശത്തോ ആയി മണി പ്ലാന്റ് നിങ്ങൾക്ക് സ്ഥാപിക്കാവുന്നതാണ്. എന്നാൽ ഒരു കാരണവശാലും കട്ടിലിന്റെ ചുവട്ടിൽ മണി പ്ലാന്റ് വയ്ക്കാൻ പാടുള്ളതല്ല. ഇപ്രകാരം നിങ്ങൾ വയ്ക്കുന്നത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും. അതുപോലെ കിടപ്പുമുറിയിലെ മൂലയിൽ വച്ചാൽ സ്ട്രെസ് ഇല്ലാതാകും എന്നും വാസ്തു പരാമർശിക്കുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം നൽകുവാൻ ശ്രമിക്കുക. എന്നാൽ മണി പ്ലാന്റ് വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദിശ പോലെ തന്നെ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരും. പലരും മണി പ്ലാന്റ് വളർത്തുന്നു എങ്കിൽ പോലും പലർക്കും പൂർണ്ണമായ ഫലം ലഭിക്കുകയോ പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാതെ വിഷമിക്കുന്നവരുമുണ്ട്. അവർക്കും കാര്യങ്ങൾ എന്താണ് എന്ന് പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അറിയാം. മണി പ്ലാന്റിന്റെ വള്ളികൾ എപ്പോഴും മുകളിലേക്ക് വളർത്തുവാൻ നിങ്ങൾ ശ്രമിക്കണം. മണി പ്ലാന്റ് മുകളിലേക്കാണ് വളരേണ്ടത് എന്നർത്ഥമാക്കാം. ഒരിക്കലും ഇവ താഴേക്ക് വളരുന്നതോ നിലം തൊട്ട്, അതായത് മുകളിലേക്ക് വളരുന്നതായ ഭാഗം
നിലം തൊട്ട് താഴെ കിടക്കുന്നത് ശുഭകരമല്ല. അതിനാൽ മുകളിലേക്ക് വളരുന്ന രീതിയിൽ തീർച്ചയായും നിങ്ങൾ ക്രമീകരിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ വീടുകളിൽ ഇപ്രകാരമാണോ മണി പ്ലാന്റ് വളരുന്നത് എന്ന് നോക്കുക. കീഴ്പോട്ടാണ് എങ്കിൽ നിങ്ങളുടെ ഉയർച്ചയും കീഴ്പോട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ ശുഭകാര്യങ്ങൾ പോലും ഇത്തരത്തിൽ പ്രതീക്ഷിക്കാതെ താഴേക്ക് പോകുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക എന്നർത്ഥമാക്കാം. അതിനാൽ മുകളിലേക്ക് വളർത്തുവാനുള്ള ക്രമീകരണങ്ങൾ തീർച്ചയായും നിങ്ങൾ നടത്തുക. മണി പ്ലാന്റ് വീടിന്റെ തെക്ക് ദിശയിൽ നടുന്നത് എങ്കിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ്. കാരണം ഇത് ശരിയായ ദിശയല്ല. അതിനാൽ ഇവിടെ വളർത്തുകയാണ് എങ്കിൽ നട്ടു വളർത്തുകയാണ് എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഗുണം ലഭിക്കില്ല എന്ന് മാത്രമല്ല, അത് നിങ്ങൾക്ക് ദോഷം ഉണ്ടാക്കുകയും ചെയ്യും. അതിനാൽ മണി പ്ലാന്റ് തെക്ക് കിഴക്ക് ദിശയിൽ തന്നെ വളർത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരണം എന്നുണ്ടാകാം. എന്നാൽ അതിനു പോലും വിഘാതം സൃഷ്ടിക്കുന്നതായ നെഗറ്റീവ് ഊർജങ്ങൾ ആ വീടുകളിൽ വർദ്ധിക്കുന്നതിന് കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. മണി പ്ലാന്റ് പലരും നിലത്താണ് നട്ടു വളർത്തുക. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഇതിനേക്കാൾ കൂടുതൽ ഉത്തമം എന്ന് പറയുന്നത് മൺപാത്രത്തിലോ ഗ്ലാസ് പാത്രത്തിലോ നടുന്നതാണ്. ഇപ്രകാരം നടുന്നത് നിങ്ങൾക്ക് കൂടുതൽ ശുഭകരമായി തീരും. പ്ലാസ്റ്റിക് പാത്രത്തേക്കാൾ നല്ലത് മൺപാത്രമോ ഗ്ലാസ് പാത്രമോ ആണ്. ഇത്തരത്തിൽ കൃത്യമായി മണി പ്ലാന്റ് വളർത്തുന്നത് വീടുകളിൽ പോസിറ്റീവായ എനർജി വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. സമ്പത്ത് ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് സഹായകരമായി തീരും എന്നുള്ളതാണ്. അതിനാൽ മണി പ്ലാന്റ് വളർത്തുന്നതായ സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. മണി പ്ലാന്റ് വളർത്തുമ്പോൾ ഒരിക്കലും മണി പ്ലാന്റിന്റെ അടുത്ത് മലിനജലം പോലുള്ളവ വരാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ചിലർ മണി പ്ലാന്റിന്റെ അടുത്ത് തീ കൂട്ടുന്നതാണ്, അഥവാ തീ കത്തിക്കുന്നതാണ്. ഇപ്രകാരം നിങ്ങൾ കത്തിക്കുന്നതും ശുഭകരമായി ഭവിക്കില്ല. അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ അല്ലെങ്കിൽ വന്നു ചേരേണ്ട ആ ശുഭഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമായി തീരും. അതിനാൽ മലിനജലം തീർച്ചയായും ഒഴിവാക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക.